എൻ്റെ എന്താ പറയുക, ഞാനിപ്പോഴും കണ്ണനോട് പറയും, എൻ്റെ ഒരു വാക്കിൻ്റെ പേരിലാണ് കണ്ണ ആങ്കിൾ അത്രയും പൈസ മുടക്കി കണ്ണന് വേണ്ടി കളഞ്ഞത്. എൻ്റെ ഒറ്റ വാക്കിൻ്റെ പേരിലാണ് ഞാൻ എപ്പോഴും പറയും. പടച്ചോൻ തിരിച്ചു തരും. ഏതെങ്കിലും രൂപത്തിൽ ദൈവം എപ്പോഴും കൂടെ ഉണ്ടാവും. ജയറാം എപ്പോഴും വരുമായിരുന്നു. അതിൽ പോയാൽ അവിടെ വന്ന് ഭക്ഷണം കഴിക്കാതെ പോകത്തില്ല. ആ ആള് ഈ പടം ഫ്ലോപ്പായിട്ട് ഒന്ന് ഫോൺ ചെയ്ത് പോലും ചോദിച്ചിട്ടില്ല. എന്താ ജയറാം ജയറാമിന്റെ ഒരു വാക്ക്, ജയറാം പറഞ്ഞത് ജയറാം കൂടെ ഉണ്ടാവും. അവന് സ്ട്രോക്ക് വന്നു, മരണത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടു വന്നത്. ഹസീബ് ഈ സ്ട്രോക്ക് ഉണ്ടായ വിവരം ഒരാൾ പോലും എടുത്ത് പറഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. എന്തായാലും എല്ലാ പ്രാർത്ഥനകളും അടുത്ത പ്രാവശ്യം മീൻസ് ഈ മാസം ഒരു 10 ദിവസം കഴിഞ്ഞാൽ കേരളത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആലപ്പുഴ വരാം, വന്നിട്ട് നേരിട്ട് കണ്ടോളാം. ഞാൻ അടുത്ത ആഴ്ച അതിലേ വരാമെന്ന് തോന്നി. ഇന്ന് വരെ വന്നിട്ടില്ല, ഒന്ന് കാണാൻ പോലും വന്നിട്ടില്ല. അവരെയൊന്നും വിശ്വസിക്കരുത്, നമുക്ക് ഇവരെയൊക്കെ നന്നായിട്ട് അറിയാം. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോ കേട്ട വോയിസ് ആദ്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മുടെ സ്വന്തം കേരളത്തിന്റെ സ്വന്തം ജയറാമേട്ടൻ അല്ല, ഇപ്പൊ കേരളത്തിനല്ല, ഇപ്പൊ തമിഴ്നാടിന്റെ സ്വന്തം ജയറാമേട്ടൻ എന്നാണ് ഇപ്പൊ അഭിപ്രായപ്പെടുന്നത് അല്ലെ, അദ്ദേഹം തന്നെ പറയുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു വോയിസ് ആണ് നമ്മൾ കേട്ടിരുന്നത്. അറിയപ്പെടുന്നത് വിനയം സ്റ്റാർ, അതായത് ഓവർ വിനയം കൊണ്ടിട്ട് ഇപ്പൊ വിനയം സ്റ്റാർ ജയറാമേട്ടൻ എന്നാണ് ഇപ്പൊ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് രാജസേനൻ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ, അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഡ്രൈവറിന്റെ ഒരു വീട്ടിലൊരു വിവാഹ ചടങ്ങ് വന്നപ്പോഴത്തേനും ഡ്രൈവറിന് കൊടുത്ത വെറും 10,000 രൂപയാണെന്നും അങ്ങനെ പലതരം കോൺട്രവേഴ്സികൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ എല്ലായിടത്തും അങ്ങോട്ട് ഓവറായിട്ട് അങ്ങ് വിനയം. നമ്മൾ പണ്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ഓവറായിട്ട് ഇങ്ങനെ വിനയം കാണിക്കുന്നവരൊക്കെ ഉള്ളില് വേറൊരു മനുഷ്യനായിരിക്കും. അതൊക്കെ എന്ന് വെച്ചാൽ അവരുടെ ഒറിജിനാലിറ്റി അല്ല എന്നൊരു സംഭവം നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. നമ്മുടെ കാരണന്മാരൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അങ്ങനെ കുറെ അനുഭവങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. അതേപോലത്തെ അടുത്തൊരു എന്താ പറയണത് ഒരാൾക്കുണ്ടായ ഒരു അനുഭവമാണ് ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ഉണ്ടായിരിക്കും നമ്മുടെ ഉഷ എന്ന് പറഞ്ഞൊരു ആക്ട്രസ്, അതായത് നമ്മുടെ കിരീടം സിനിമ, ലാലേട്ടന്റെ ഒക്കെ കിരീടം സിനിമയിലെ ലാലേട്ടന്റെ പെങ്ങളായിട്ട് അഭിനയിച്ച ഉഷ എന്ന് പറയുന്ന ആക്ടറിന്റെ സഹോദരൻ. അദ്ദേഹം ഒരു പ്രൊഡ്യൂസറാണ്. അദ്ദേഹം ഈ ജയറാമേട്ടന്റെ മകന് വേണ്ടി, അതായത് കാളിദാസിന് വേണ്ടിയിട്ട് ഒരു പടം നിർമ്മിച്ചു. ആ പടത്തില് അദ്ദേഹത്തിന് വളരെ വലിയ നഷ്ടമാണ് ഉണ്ടായത്. പക്ഷെ ആ നഷ്ടം ഉണ്ടായെങ്കിലും ഈ ജയറാമേട്ടൻ കുറെ വാക്കുകൾ അതിനു മുൻപ്, കുറെ വാക്കുകൾ ഈ പ്രൊഡ്യൂസറിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാണ് ഇവിടുത്തെ ഇന്നത്തെ വിഷയം. അതായത് നമ്മൾ ഈ പണ്ടൊക്കെ പറയില്ലേ, നമ്മൾ കാര്യം കാണാൻ വേണ്ടിയിട്ട് പലതും ചെയ്യുന്ന ആൾക്കാർ, അതായത് നമുക്ക് അവരുടെ കാര്യം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ നമ്മൾ മൈൻഡ് ചെയ്തില്ല. അതേപോലത്തെ ഒരു സംഭവമാണ് ഇവിടെ നിന്ന് കേൾക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും തന്നെ ഉണ്ടായിട്ടുണ്ടാവുന്ന ഒരു സംഭവം, ഏതൊരു വ്യക്തിക്കും ഉണ്ടായിട്ടുണ്ടാവും അല്ലെ. നമ്മളെ കൊണ്ട് ഒരു ചെറിയൊരു ഉപകാരമെങ്കിലും ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മുടെ പുറകെ ചക്കരയല്ലേടാ, മുത്തല്ലേടാ, സ്നേഹമല്ലേടാ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പുറകെ നടക്കും. അത് കഴിഞ്ഞിട്ട് അവരുടെ കാര്യങ്ങൾ നടന്നു കഴിയുമ്പോൾ നടന്നു കഴിയുമ്പോഴത്തേക്കും അതങ്ങ് ഉപേക്ഷിക്കും. അപ്പൊ അങ്ങനെ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ ഉഷ, ഈ നടി ആയ ഉഷ, ഇവരെ എനിക്ക് പ്രത്യേകതരം താല്പര്യമുണ്ട്. ഇപ്പൊ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുണ്ടെങ്കിലും നല്ല ഓപ്പൺ ആയിട്ട് ആരെയും പേടിക്കാതെ, കാരണം ഇപ്പൊ ഇത്തരം വ്യക്തികളാണ്, അതായത് വലിയ വലിയ റോളിലുള്ള ആൾക്കാരൊന്നും അല്ല സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നല്ല നല്ല ക്യാരക്ടർ ആയിട്ടുള്ളത്. കാരണം ഇതുപോലത്തെ ചെറിയ ആക്ടേഴ്സ് ഉണ്ടാവില്ല, അവർക്കാണ് പിന്നെ നല്ല ശുദ്ധമായ ക്യാരക്ടർ, അല്ലെങ്കിൽ നല്ല സ്വഭാവമുള്ള ക്യാരക്ടറുകളായിട്ട് എനിക്ക് തോന്നുന്നത്. ഈ അമ്മ എന്ന സംഘടനയില് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴത്തേനും അതിനെയൊക്കെ മുൻതൂക്കം നിന്ന് അത് മുന്നിൽ നിന്ന് ഈ പ്രശ്നങ്ങളുടെയൊക്കെ കാര്യങ്ങളൊക്കെ കേട്ടറിഞ്ഞ് ഈ അൻസിബ എന്ന് പറഞ്ഞ വ്യക്തിക്ക് സപ്പോർട്ടും ചെയ്ത ഒരു വ്യക്തി തന്നെയാണ് ഈ ഉഷ. എന്തായാലും ഈ ഉഷയ്ക്ക് ഉണ്ടായ അനുഭവം, ഈ ജയറാമേട്ടനിൽ നിന്ന് ഉണ്ടായ അനുഭവം എന്താണെന്ന് നമുക്കൊന്ന് കേട്ട് നോക്കാം. ജയറാമേട്ടനായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടല്ലോ, അതിനെ പറ്റി എന്താണ് പറയുന്നത്? സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്, ശരിക്കുള്ള കാര്യം തന്നെ. എന്റെ ഫോണിൽ ജയറാമിന്റെ വോയിസ് എന്തെങ്കിലും ജയറാം ഹസീബിന് അയച്ച വോയിസ്. അതായത് ജയറാമിന്റെ ഒരു വാക്കിന്റെ പുറത്താണ് ഹസീബ് ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്തത്. ജയറാമിനെ വെച്ച് അതിന്റെ തൊട്ട് മുമ്പ് ഗ്രാൻഡ് ഫാദർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതും മോശമായിരുന്നു. അതിന്റെ തൊട്ട് പുറകെയാണ് ഹാപ്പി സർദാർ ചെയ്യുന്നത്. അപ്പൊ ഹാപ്പി സർദാർ തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ എല്ലാവരും പറഞ്ഞ ഹസീബിനോട് ഇത് ചെയ്യരുത്, പോയ പൈസ പൊയ്ക്കോട്ടെ, ഇത് ശരിയാവത്തില്ല, ഈ പടം നിന്നെ എന്താ പറയാ, അതുപോലെ നമ്മൾ മനസ്സിൽ വിചാരിച്ചതുപോലെ തന്നെ സാമ്പത്തിക നഷ്ടം മാത്രമല്ല, അവന്റെ ആരോഗ്യവും പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായി. അതായത് നിങ്ങൾ ഈ ഹാപ്പി സർദാർ എന്ന് പറഞ്ഞ സിനിമ ഉണ്ടല്ലോ, എന്റെ പൊന്നെ എന്തൊരു ലാഗി മൂവിയാന്ന് അറിയാമോ. അത് നമുക്ക് കണ്ടിരിക്കാൻ പറ്റത്തില്ല, അത്രയും ഒരു പൊളിപ്പടം എന്ന് പറയേണ്ടത്. അത് സത്യം പറഞ്ഞാൽ ആ പ്രൊഡ്യൂസറിന്റെ അവസ്ഥ ആലോചിക്കുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. സത്യം പറഞ്ഞാൽ ആ പടം കൊണ്ട് സത്യം പറഞ്ഞാൽ ഈ പറയുന്ന കാളിദാസിന് അഭിനയിച്ചതിന് എല്ലാം കിട്ടിയിട്ടുണ്ടാവും. അതേപോലെ തന്നെ അതിനകത്ത് അഭിനയിച്ച മറ്റ് ആക്ടേഴ്സിനും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കിട്ടുന്നുണ്ടാവും. അതല്ലാതെ ഈ പ്രൊഡ്യൂസറിന് മുഴുവൻ നഷ്ടം ഉണ്ടായിരിക്കണം. ആ സിനിമ എടുത്തോടെ അയാളുടെ ജീവിതം അങ്കലാപ്പിലായി. പിന്നെ അതുകൂടാതെ എന്നും കണ്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ ജയറാം എന്ന് പറയുന്നത്. അദ്ദേഹം പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതേപോലെ തന്നെ ഈ കാളിദാസൻ അല്ല, പണ്ട് ചെറുപ്പത്തിലെ പുള്ളിക്കാരൻ വലിയ അവാർഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ വലുതായപ്പോഴത്തേക്കും ആ ഒരു സ്റ്റാർ നിലനിർത്താൻ കഴിഞ്ഞില്ല. അപ്പൊ മകനെ ഒന്ന് പൊക്കിക്കൊണ്ട് വരണമല്ലോ, മകനൊരു അടിത്തറ പാകി കൊടുക്കാൻ വേണ്ടിയാണ് ജയറാം ചെയ്തേക്കുന്നത്. പക്ഷെ അത് ഫ്ലോപ്പ് ആയി പോയി. പക്ഷെ അത് ഫ്ലോപ്പ് ആയപ്പോഴത്തേക്കും അത് ഈ പറയുന്ന ഈ പ്രൊഡ്യൂസറിനെയാണ് ശരിക്കും അത് ബാധിച്ചിരിക്കുന്നത്. എന്തായാലും ബാക്കി നമുക്കൊന്ന് കേട്ടു നോക്കാം. ജയറാമിന്റെ ഒരു വാക്ക്, ജയറാം പറഞ്ഞത് ജയറാം കൂടെ ഉണ്ടാവും. ഞാൻ ചോദിച്ചപ്പോൾ ഹസീബ് നേരത്തെ ജയറാമേട്ടനോട് പറഞ്ഞ വാക്കാണ്. നമ്മളെല്ലാവരും പറഞ്ഞിട്ട് പറഞ്ഞത് ജയറാമേട്ടനോട് ഞാനൊരു വാക്ക് പറഞ്ഞു, അതെനിക്ക് പാലിക്കാതിരിക്കാൻ പറ്റത്തില്ല. അത് പഞ്ചാബിലൊക്കെ പോയാൽ ഷൂട്ട് ചെയ്ത്. അപ്പോഴും എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു. അപ്പൊ പുള്ളിയും പറഞ്ഞത് പഞ്ചാബിൽ പോയിട്ട് വന്നിട്ട് വേണ്ട ഹസീബ്, അത് കൈവിട്ട് പോകും, ശരിയാവത്തില്ല, വേണ്ട വിട്ടേക്ക്. അപ്പോഴും അവൻ ജയറാമിനെ വിശ്വസിച്ചു. ജയറാമിന് കൊടുത്ത വാക്ക്, ജയറാമിന്റെ മോനെ വെച്ചല്ലേ ചെയ്യുന്നു.
അവരെയൊന്നും വിശ്വസിക്കരുത്. നമുക്ക് ഇവരെയൊക്കെ നന്നായിട്ട് അറിയാവുന്നത്, എത്രയോ വർഷങ്ങളായിട്ട് അറിയാവുന്നത്. ജയറാം എപ്പോഴും വരുമായിരുന്നു. അതിൽ പോയാൽ അവിടെ വന്ന് ഭക്ഷണം കഴിക്കാതെ പോകത്തില്ല. ഭയങ്കര സ്നേഹമായിരുന്നു. ആ ആള് ഈ പടം ഫ്ലോപ്പായിട്ട് ഒന്ന് ഫോൺ ചെയ്ത് പോലും ചോദിച്ചിട്ടില്ല എന്താണ്. അതിനുശേഷം അവന് ഒരുപാട് സാമ്പത്തിക ബാധ്യത ഉണ്ടായി, അവന് സ്ട്രോക്ക് വന്നു, മരണത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടു വന്നത്. അപ്പോഴൊന്നും എത്രയോ ആൾക്കാർ ഹസീബിനെ കാണാൻ വന്നു. അതിൽ പോയാൽ ഇപ്പോഴും നമ്മുടെ സെവനാസ് വിജയകുമാറിനെ പോലെയുള്ള ആൾക്കാർ, ബാദുഷ, പിന്നെ അതുപോലെ സുബൈർ, അവനുമായിട്ട് ബന്ധമുള്ള എല്ലാവരും ആലപ്പുഴ വഴി പോയാൽ ഹസീബിനെ കാണാതെ പോകത്തില്ല. അപ്പോൾ ജയറാം പക്ഷേ ഒന്ന് ഫോൺ ചെയ്യാനല്ല, ഒന്ന് കാണാൻ പോലും വന്നിട്ടില്ല. കുറേ നാളിന് ശേഷമാണ് ജയറാം, മകളുടെ കല്യാണമാണോ ആ സമയത്ത് ഹസീബിനെ വിളിച്ചപ്പോഴാണ് ഹസീബിൻ്റെ സംസാരം തിരിയുന്നില്ല. അയ്യോ എന്ത് പറ്റിയ ഹസീബെ എന്നൊക്കെ ചോദിച്ചപ്പോൾ വോയിസ് മെസ്സേജ് ഇട്ടു. ഞാൻ വോയിസ് മെസ്സേജ് ഇടാന്ന് തോന്നുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും വോയിസ്. അന്ന് അയച്ച മെസ്സേജ് ഹസീബെ ഞാൻ പറഞ്ഞിട്ടില്ല. ഹസീബ് ഒരു ലിവർ കംപ്ലൈൻറ്റ് ഉണ്ടായി എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അതിൻ്റെ ഉണ്ടായി, ഡ്രിങ്ക്സ് കാരണം ആശുപത്രിയിലാണ് എന്നൊക്കെ പറഞ്ഞു. ഈ സ്ട്രോക്ക് ഉണ്ടായ വിവരം ഒരാൾ പോലും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ആരും പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത്. ഈ ഡ്രിങ്ക്സിൻ്റെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായി, ആശുപത്രിയിലായിരുന്നു, ഇപ്പം എല്ലാം ശരിയായി, കുറച്ച് ക്രിട്ടിക്കലായിരുന്നു. സത്യം പറഞ്ഞ ഇദ്ദേഹം സിനിമയിലെ മാത്രമല്ല അഭിനേതാവല്ല, ജീവിതത്തിലും കൂടി അഭിനേതാവെന്ന് നമുക്ക് പറയേണ്ടി വരും. അതായത് കുറച്ച് ക്രിട്ടിക്കലാന്ന് മാത്രം ഞാൻ അറിഞ്ഞിരുന്നു. അത്രയും അറിഞ്ഞിട്ട് പോലും ജയറാമേട്ടനൊന്ന് വിളിക്കാനുള്ള ഒരു മനസ്സുണ്ടായില്ലല്ലേ. എന്തായാലും മകന് വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് ജയറാമേട്ടനും ഈ കുടുംബം ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ മകന് കൊടുത്തൊരു പൈസ ഉണ്ടാവുമല്ലോ അഭിനയിച്ചതിന്, ആ പൈസയെങ്കിലും തിരിച്ച് കൊടുക്കാനുള്ള ഒരു മാന്യത കാണിക്കണമെന്നേ പറയുന്നുള്ളൂ. ഒരാൾ നിങ്ങളുടെ വാക്കിനെ വിശ്വസിച്ച് ഒരാൾ പണം മുടക്കിയതല്ലേ നിങ്ങൾക്ക് വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ മകന് വേണ്ടിയിട്ടില്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട് പണം ചെലവഴിച്ചു. ഇതുപോലെ ഗ്രാൻഡ് ഫാദർ പ്രൊഡ്യൂസ് ചെയ്തിട്ടും അദ്ദേഹത്തിന് യാതൊരുവിധ ലാഭം ഉണ്ടാവില്ല. പക്ഷെ നിങ്ങളോടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്, നിങ്ങളോടുള്ള ഒരു ആ ഒരു ഇതിന് വേണ്ടിയിട്ട്, ആ സ്നേഹത്തിന്റെ പേരിൽ മുടക്കിയതല്ലേ. അപ്പൊ മകന് കൊടുത്ത പൈസ എങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുക്കാനുള്ള മാന്യതയെങ്കിലും, ഇത്രയും പടം അഭിനയിച്ചതല്ലേ, അപ്പൊ എന്തായാലും കുറച്ച് എമൗണ്ടെങ്കിലും കൊടുക്കണം. അതാണ് ജയറാമേട്ട മാന്യത എന്ന് പറയും. എന്തായാലും നമുക്ക് ബാക്കി കൂടെ ഒന്ന് കേട്ടു നോക്കാം. ഈ സ്റ്റോക്ക് ഉണ്ടായ കാര്യം പറഞ്ഞിട്ടേ ഇല്ല കേട്ടോ, ഞാൻ ആദ്യമായിട്ട് അറിയുന്നു പടച്ചോനെ. എന്തായാലും എല്ലാ പ്രാർത്ഥനകളും അടുത്ത പ്രാവശ്യം മീൻസ് ഈ മാസം ഒരു 10 ദിവസം കഴിഞ്ഞാൽ കേരളത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആലപ്പുഴ വരാം, വന്നിട്ട് നേരിട്ട് കണ്ടോളാം. ഓക്കെ. എനിക്ക് ഒരു മുസ്ലിമായ ഒരു അദ്ദേഹത്തിനോട് സംസാരിക്കാൻ നേരത്തെ അദ്ദേഹത്തിനോട് വിളിക്കുന്നതാണ് പടച്ചോനെ. അതായത് വേണമെങ്കിൽ ഒരു ഹിന്ദുവിനോട് സംസാരിക്കുമ്പോൾ സ്വാമിയെ ശരണമയ്യപ്പന്ന് വിളിക്കും. ചിലപ്പോൾ തമിഴിനോട് സംസാരിക്കുമ്പോൾ ശ്രീ മുരുക എന്ന് പറയുമായിരിക്കും. ഇതാണ് ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പേര് വീഴാൻ തന്നെ കാര്യം. വിനയൻ ജയറാം എന്ന് പറഞ്ഞ പേര് വീഴാനുള്ള ഒരു കാര്യം ഇത് തന്നെയാണ്. അതായത് ഈ കാളിദാസന്റെ ഈ മൂവി എടുത്തേക്കണത് ഈ 2019 കണ്ടാണ് റിലീസായിട്ട്. ഇതിപ്പോ 2026 ഈ അത് കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹത്തിന് ഈ പറഞ്ഞ പ്രൊഡ്യൂസറും ഈ സ്ട്രോക്കും ഇങ്ങനെ ക്രിട്ടിക്കലായിട്ടൊക്കെ കടന്നത്. ഇപ്പൊ 2026 ഇതുവരെയായിട്ടും, ഇത് ഈ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസമാണ് എയർ ആയിരിക്കുന്നത്. അപ്പൊ ഇതുവരെയായിട്ടും ഈ പറയുന്ന ജയറാം എന്നുള്ള വ്യക്തി ഇദ്ദേഹത്തിനെ വന്ന് കണ്ടിട്ടേയില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. വിവാഹത്തിന്റെ സമയത്ത്, മകളുടെ വിവാഹത്തിന്റെ സമയത്താണ് ഈ പറയുന്ന ജയറാം ഇദ്ദേഹത്തിനെ വിളിച്ചത്. അതായത് വാട്സപ്പ് മെസ്സേജും കണ്ടാണ് ഇത് വിളിച്ചിരിക്കുന്നത്. മകളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പൊ 2 വർഷത്തോളായി. ആ മകളുടെ വിവാഹത്തിന്റെ സമയത്താണ് ഇദ്ദേഹം ഈ കോൾ ചെയ്യുന്നത്. അത് 2026 ആയിട്ട് പോലും ഇദ്ദേഹം ഈ പറയുന്ന ഈ മനുഷ്യനെ വിളിച്ചിട്ടില്ല. അതാണ് ഈ വിനയം ജയറാം എന്ന് പറയുന്ന ഈ പുള്ളിക്കാരൻ. എനിക്ക് പണ്ട് ചെറുപ്പത്തിൽ ഇദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ചെറുപ്പത്തിൽ, കുഞ്ഞിലെ. ഞാൻ ഒരു 4ാം ക്ലാസ് 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴേക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറി കേട്ടോ. ഇപ്പൊ നമുക്ക് അന്നൊക്കെ കുഞ്ഞുങ്ങളല്ലേ ആ ടൈമില്. ഹസീബിന് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. ഹസീബ് ജയറാം അതായത് എത്ര വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക്, ഇത് 2000 കോവിഡിന് തൊട്ട് മുൻപാണ്. 2018 ഹാപ്പി സർദാർ. പിന്നീട് 19 മുതൽ കോവിഡായി. അതും കഴിഞ്ഞിട്ടാണ് മകളുടെ കല്യാണം. ഇപ്പൊ 2 വർഷം ആയിട്ടുള്ളൂ, 1-2 വർഷമായിട്ടുള്ളൂ. ആ സമയത്ത് അതുവരെ ജയറാം ഹസീബിനെ നിരന്തരം വിളിക്കുകയും വീട്ടിൽ വന്നുകൊണ്ടിരുന്ന ആള്, എറണാകുളത്ത് വന്നാൽ ഹസീബ് അവർ തമ്മിൽ മീറ്റ് ചെയ്യും, ചെന്നൈ പോയാൽ മീറ്റ് ഒക്കെ ചെയ്യുന്ന ആള്, ഹസീബിനെ പോലെ ഒരു പ്രൊഡ്യൂസർ, ഹസീബ് ഇത്ര അടുപ്പമുള്ള ഒരാൾക്ക് ഇത്രയും വലിയൊരു അസുഖം വന്ന് കിടപ്പായത്, എന്തോ ലിവറിന് പ്രശ്നം ഉണ്ടായി എന്നുള്ളതല്ലാതെ സ്ട്രോക്ക് വന്നോ ഇങ്ങനത്തെ ഒന്നും അറിഞ്ഞില്ല. അപ്പൊ അന്വേഷിച്ചില്ലല്ലോ, അറിയാതെ വരുമ്പോ അന്വേഷിക്കാം. ഹസീബിന്റെ കുറ്റബോധം കൊണ്ടാണെന്ന് തോന്നുന്നുണ്ടോ? ലൈക്ക് അയാൾ പറഞ്ഞതല്ലേ എന്തെങ്കിലും തട്ടുകേട് വന്നാൽ ഞാൻ കൂടെ ഉണ്ടാവുമെന്ന്. അത് പിന്നെ സത്യമാണെന്നുള്ളതിന്റെ വോയിസ് മെസ്സേജ് ഹസീബിന്റെ അയച്ചിട്ടുണ്ട് പുള്ളി. ഞാൻ എന്റെ ഒറ്റ വാക്കിന്റെ പുറത്താണ്, ഞാൻ എന്റെ മോനോട് എപ്പോഴും പറയും, എന്റെ ഒറ്റ വാക്കിന്റെ പുറത്താണ് ഹസീബ് ഈ പ്രശ്നത്തിലേക്ക് ഈ പടം എടുത്തത് എന്ന് ഞാൻ എപ്പോഴും മോൻ്റെ അടുത്ത് പറയും. അതിന് വേണ്ട പരി നമുക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അടുത്ത ആഴ്ച അതിലേ വരുന്നുണ്ട്, വരാമെന്ന് പറഞ്ഞാൽ ഇന്ന് വരെ വന്നിട്ടില്ല. എൻ്റെ എന്താ പറയുക, ഞാനിപ്പോഴും കണ്ണനോട് പറയും, എൻ്റെ ഒരു വാക്കിൻ്റെ പേരിലാണ് കണ്ണ ആങ്കിൾ അത്രയും പൈസ മുടക്കി കണ്ണന് വേണ്ടി കളഞ്ഞത്. എൻ്റെ ഒറ്റ വാക്കിൻ്റെ പേരിലാണ്, ഞാൻ എപ്പോഴും പറയും. അപ്പോൾ അത് കുഴപ്പമില്ല,
പടച്ചോൻ തിരിച്ചു തരും. ഏതെങ്കിലും രൂപത്തിൽ ദൈവം എപ്പോഴും കൂടെ ഉണ്ടാവും. എപ്പോഴും നമുക്ക് സംഭവിച്ചത് നല്ലതെന്നല്ലേ വിചാരിക്കുക. ചിലപ്പോൾ ഇതിൽ നിന്നായിരിക്കും വേറെ ഉണ്ടാവുക. എത്രയോ നല്ലതുകൾ ഉണ്ടാവേണ്ടത് ഇവിടെ നിന്നായിരിക്കും. എല്ലാ പ്രാർത്ഥനകളും എന്നും എല്ലാം ഓക്കെ. അതെ, എല്ലാം ദൈവം തരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ ഒഴിഞ്ഞാൽ മതി അല്ലെ. ഈ പൈസയും അതായത് ഈ മകന് കിട്ടിയ പൈസയൊക്കെ ദൈവമായിരിക്കും തന്നതല്ലേ ജയറാമേട്ട. ഒരാളുടെ കഷ്ടപ്പാടിൽ കൂടെ നിൽക്കാതെ നിങ്ങളുടെ വാക്കിന്റെ പുറത്ത് മാത്രം നിങ്ങളെ ഇഷ്ടപ്പെട്ടുകൊണ്ട് മാത്രം പണം ചെലവഴിച്ചാണ് നിങ്ങളുടെ മകന് വേണ്ടിയിട്ട്. എന്നിട്ട് കാരണം നമുക്കൊരു സിനിമ എടുക്കണമെങ്കിൽ നമുക്കൊരു പ്രൊഡ്യൂസറിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും വലിയ പാടാത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ പുതിയൊരു നടന, അതായത് കാളിദാസ് എന്ന് പറയുന്നത് ഈ പണ്ട് ചെറുപ്പത്തിൽ അഭിനയിച്ച് പരിചയമുണ്ട് എന്നല്ലാതെ വേറൊരു സംഭവമില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ ജയറാമിന്റെ മകൻ എന്നൊരു ഇമ്പാക്റ്റും കൂടി ഈ പറയുന്ന ചെറുക്കനുണ്ടാവും. അതല്ലാതെ ഒരു പടം ഒരു സിനിമ ഒറ്റയ്ക്ക് പിടിച്ചു നിർത്തി വിജയിപ്പിച്ചിട്ടുള്ള ഒരു ചരിത്രം ഈ പറഞ്ഞ കാളിദാസിനില്ല. എന്നിട്ട് ഈ ജയറാമിനോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രം ഈ സിനിമ പിടിച്ചാണ് അദ്ദേഹത്തിന് ഒരു പറ്റുകേട് പറ്റിയിട്ടും അതായത് തട്ടുകേട് പറ്റിയിട്ട് പോലും അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കാനുള്ള ഒരു മനസ്സ് പോലും കാണിച്ചില്ല. അതുമല്ലാതെ പഠിച്ചവൻ കാത്തോളും, ഇതല്ലെങ്കിൽ വേറൊരു വഴി ദൈവം തരുമെന്ന് പറഞ്ഞ് അങ്ങ് കൈ കഴുകി. എന്താ ഇദ്ദേഹത്തിനെയൊക്കെ പറയേണ്ടത് നമ്മൾ? ഇതൊക്കെയാണ് മനുഷ്യജീവിതം എന്ന് പറയുന്നത്. ഇപ്പൊ എല്ലാവർക്കും ഉണ്ടാവും, പക്ഷെ നമ്മൾ സത്യം പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്? ആർക്കും ഒരു ഉപകാരം ചെയ്യാതെ ജീവിക്കുക, അതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മൾ ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എന്നാണെങ്കിലും ഒരു തിരിച്ച് അടിയുണ്ടാവും. അതാ എനിക്ക് മനസ്സിലായേക്കുന്ന ഒരു കാര്യം കേട്ടോ. ഒരു സഹായം ചെയ്തില്ല. ആ ഒരൊറ്റ പടം കൊണ്ട് അസീമിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി, ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായി. അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. അല്ല, ആൾക്കാരത് വിശ്വസിക്കുന്നില്ല. പല ആൾക്കാരും പല രീതിയിലാണ് എടുക്കുന്നത്. എങ്ങനെയാ ജയറാമേട്ടനെ പോലെ ഒരു വ്യക്തി ഇങ്ങനെ ചെയ്യില്ല എന്നാണ് പല ആൾക്കാരും പറയുന്നത്. 100% സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് ജയറാമിന്റെ വാക്ക്. നമുക്ക് ഇതിന്റെ ചില കമന്റ്സിനോട് നോക്കാട്ടെ. ഇതിനിടയിൽ വന്നിരിക്കുന്നത്, സ്ട്രോക്ക് ഉണ്ടായ കാര്യം ജയറാം സത്യമായും അറിഞ്ഞിട്ടുണ്ടാവില്ല, അതറിഞ്ഞിരുന്നേൽ പിന്നെയും വിളിക്കുകയേ ഇല്ലായിരുന്നു എന്ന്. പിന്നെ അടുത്തൊരു കമന്റ് ആണ്, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ദൈവിക കാര്യങ്ങളും വിശ്വാസവും പറഞ്ഞു നടക്കുന്നവനാകും ഏറ്റവും വലിയ ഫ്രോഡ്. അതൊക്കെ സത്യമായി വന്നുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ അടുത്ത്, രാജസേനൻ എന്ന സംവിധായകൻ ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ തമിഴനായ ജയറാം ഇല്ല അല്ലെ. അതും സത്യമായ ഒരു കാര്യമാണ്. കാരണം രാജസേനന്റെ ഒരു മൂവിയല്ല പല മൂവികളിൽ കൂടിയാണ് ഇദ്ദേഹം സത്യം പറഞ്ഞാൽ ഉയർന്നു വന്നിരിക്കുന്നത്. പക്ഷെ എനിക്കൊന്നും ഇപ്പൊ ഇവരെ കണക്ഷനും കാര്യങ്ങളൊക്കെ ഇല്ല, ഒന്നുമില്ല, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. പിന്നെ അടുത്ത് വന്നേക്കണം അമിതമായ വിനയം സ്റ്റാർ. അതെ, ആണ് ഇപ്പോൾ ഈ പറയുന്ന ജയറാമിനുള്ള പേര് വിനയം സ്റ്റാർ. ഇപ്പൊ തമിഴ്നാടാണ് എന്റെ എല്ലാം, തമിഴ്നാടാണ് എന്റെ ജന്മനാട്, എന്റെ അമ്മയുടെ നാട്, ഞാൻ ജനിച്ച നാട് എന്നൊക്കെ പറയുന്നുണ്ട്. കേരളമല്ല എന്റെ ജന്മനാട് എന്നൊക്കെ പറഞ്ഞ് ഈ ജയറാമേട്ടൻ കാല് വാരിയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യും. അപ്പൊ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ഷെയർ ചെയ്യുക, പിന്നെ പറ്റുമെങ്കിൽ ഒന്ന് ഹൈപ്പും കൂടി ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.